ഒരു മിസൈൽ വേഗം ശബ്ദത്തിന്റെ 3 മടങ്ങ്, റഡാറുകൾക്ക് കണ്ടെത്താൻ വലിയ തരത്തിൽ ബുദ്ധിമുട്ട്, തൊടുത്തുവിട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയാത്തത്ര ശക്തി. 2025 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ ഇന്ത്യ ഈ മിസൈലാണ് ഉപയോഗിച്ചത്. റിപ്പോർട്ടുകൾ പറയുന്നത് 15 മുതൽ 19 വരെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചു എന്നതാണ്. ഇതൊന്നും തടയാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ ഒരു മിസൈലിന്റെ പ്രത്യേകത. മറ്റൊന്നിനെ കുറിച്ചുമല്ല പറയുന്നത്, ബ്രഹ്മോസിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഈ മിസൈൽ വാങ്ങാൻ ഏഷ്യ മുതൽ മിഡിൽ ഈസ്റ്റ് വരെ രാജ്യങ്ങൾ നിരനിരയായി ഇന്ത്യയിലേക്ക് ക്യൂ നിൽക്കുകയാണ്. എന്താണ് നമ്മുടെ ബ്രഹ്മോസിനെ ഇത്ര ഭീകരമാക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആഴത്തിൽ പരിശോധിക്കുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ഭൂമി, കടൽ, വായു 3 പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇത് പ്രയോഗിക്കാൻ കഴിയും എന്നതാണ്. ഈ മിസൈലിന്റെ പ്രധാന പ്രത്യേകത അതിന്റെ മാക് 3 വേഗതയാണ്. അഥവാ ശബ്ദത്തിന്റെ ഏകദേശം 3 മടങ്ങ് വേഗത്തിൽ ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുപായും. ബ്രഹ്മോസ് ഒരു 2 ഘട്ട മിസൈൽ സിസ്റ്റമാണ്. ലോഞ്ച് ചെയ്തുടൻ ആദ്യ ഘട്ടത്തിൽ സോളിഡ് ഫ്യൂവൽ ബൂസ്റ്റർ പ്രവർത്തിക്കും. ചില സെക്കൻഡുകൾക്ക് ശേഷം ആ ബൂസ്റ്റർ വേർപെടും. അതിനുശേഷം ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് എഞ്ചിൻ പ്രവർത്തനം ഏറ്റെടുക്കും. അതാണ് മിസൈലിനെ അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിച്ചു പായിക്കുന്നത്. ഫയർ ആൻഡ് ഫോർഗെറ്റ്, തൊടുത്തുവിട്ടാൽ കളി തീർന്നു എന്ന് തന്നെ പറയാം. ബ്രഹ്മോസിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഈ ഫയർ ആൻഡ് ഫോർഗെറ്റ് ഗൈഡൻസ് സിസ്റ്റം. അതായത് ഒരു പ്രാവശ്യം തൊടുത്താൽ മിസൈൽ സ്വയം ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പായും. ഇത് ടെറൈൻ ഹഗ്ഗിംഗ് ഫ്ലൈറ്റ് പാത്ത് ഉപയോഗിക്കുന്നു എന്നതാണ്. അഥവാ ഭൂമിയുടെ അടുക്കിലും സമുദ്രത്തിന്റെ ഉപരിതലത്തോടടുത്തും ഇത് പറന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. അതുകൊണ്ട് തന്നെ റഡാറുകൾക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ അതിവേഗം ഇവയെല്ലാം ചേർന്നാൽ ഈ മിസൈൽ തടയുക എന്നത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് അങ്ങേയറ്റം പ്രയാസകരമാണെന്നതും എടുത്തു തന്നെ പറയണം. ബ്രഹ്മോസ് ആദ്യം ഇന്ത്യയുടെ നേവിയാണ് ഉപയോഗത്തിൽ കൊണ്ടുവന്നത്. 2025 INS രാജ്പുത് എന്ന യുദ്ധക്കപ്പലിലാണ് നമ്മുടെ രാജ്യം ആദ്യമായി ഇതിനെ വിന്യസിച്ചത്. അതിനുശേഷം 2007 ഇന്ത്യൻ ആർമി ബ്രഹ്മോസ് റെജിമെന്റുകൾ രൂപീകരിച്ചു. 2019 ഇന്ത്യൻ എയർഫോഴ്സ് Su-30 MKI ഫൈറ്റർ ജെറ്റിൽ നിന്നും വിക്ഷേപിക്കുന്ന ബ്രഹ്മോസ് A വെർഷൻ ഉപയോഗത്തിൽ കൊണ്ടുവന്നു. ഇതോടെ ബ്രഹ്മോസ് ട്രൈ സർവീസ് മിസൈൽ സിസ്റ്റമായി മാറി. 2025 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ബ്രഹ്മോസിന്റെ പേര് ലോക പ്രശസ്തി നേടിയെന്നതും എടുത്തു തന്നെ പറയണം. 2025 മെയ് മാസത്തിൽ 4 ദിവസം നീണ്ടുനിന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ബ്രഹ്മോസ് വീണ്ടും ശ്രദ്ധാ കേന്ദ്രമായി എന്നതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ 15 മുതൽ 19 വരെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചു. ഈ മിസൈലുകൾ പാകിസ്ഥാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാഞ്ഞു. അവയിൽ ഏറ്റവും വലിയ ആഘാതമുണ്ടാക്കിയത് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസിലായിരുന്നു. പ്രധാന കാര്യം, ഈ മിസൈലുകളിൽ ഒന്നും തടയാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതാണ് ബ്രഹ്മോസിന്റെ ആ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന പ്രകടനമായി നിലനിൽക്കുന്നത്. 290 കിലോമീറ്റർ റേഞ്ചിൽ നിന്നും 800 കിലോമീറ്റർ റേഞ്ചിലേക്ക്. ആദ്യകാലത്ത് ബ്രഹ്മോസിന്റെ പരമാവധി ദൂരം 290 കിലോമീറ്റർ ആയിരുന്നു. ഇത് ഇന്ത്യ റഷ്യ സംയുക്ത കരാറിന്റെ ഭാഗമായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയോടെ ഇത് വലിയ രീതിയിൽ വികസിച്ചു എന്നതും എടുത്തു തന്നെ പറയണം. 2023 ഇന്ത്യൻ എയർഫോഴ്സ് 450 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് വിജയകരമായി പരീക്ഷിച്ചു. ഇപ്പോൾ 800 കിലോമീറ്റർ റേഞ്ചുള്ള വെർഷൻ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രവർത്തനക്ഷമമായാൽ ബ്രഹ്മോസ് കൂടുതൽ അപകടകാരിയായ ഒരു ആയുധമായി മാറുമെന്നത് തർക്കം കൂടാതെ പറയാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ബ്രഹ്മോസ് വാങ്ങാൻ നിരവധി രാജ്യങ്ങളാണ് മുന്നോട്ട് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിലിപ്പീൻസ് ആണ്. 2022-23 കാലഘട്ടത്തിൽ ഫിലിപ്പീൻസ് ഏകദേശം $375 മില്യൺ വിലമതിക്കുന്ന 3 കോസ്റ്റൽ ഡിഫൻസ് ബാറ്ററികൾ വാങ്ങി. ഇത് ഇന്ത്യയുടെ ആദ്യ വലിയ ബ്രഹ്മോസ് കയറ്റുമതി വിജയമായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ വലിയ ആവശ്യം. ഫിലിപ്പീൻസിന് ശേഷം ഇന്തോനേഷ്യയും ബ്രഹ്മോസ് വാങ്ങാൻ തീരുമാനിച്ചു എന്നതാണ്. തങ്ങളുടെ ദ്വീപ് രാജ്യത്തെ കടൽ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാൻ ഈ മിസൈൽ അവർക്കും വലിയ സഹായകമാകും. അതേസമയം വിയറ്റ്നാം 2023 മുതൽ ബ്രഹ്മോസ് വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അതായത് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 2026 ഏകദേശം $700 മില്യൺ വിലമതിക്കുന്ന കരാർ ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. മിഡിൽ ഈസ്റ്റിലും ബ്രഹ്മോസിന് വലിയ താല്പര്യമാണ്. പ്രധാനമായും UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ ഈ മിസൈലിൽ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കഠിനമായ യുദ്ധ സാഹചര്യങ്ങളിലും കൃത്യമായ ലക്ഷ്യം തകർക്കാനുള്ള കഴിവാണ് ഈ ബ്രഹ്മോസ് മിസൈലിലേക്ക് അവരെ ആകർഷിക്കുന്നത്. ഇതിലൊന്നും തീർന്നില്ല. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ബ്രഹ്മോസിലേക്ക് കണ്ണോടിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമ്മളിലേക്ക് എത്തുന്നത്. പ്രധാനമായും ബ്രസീൽ, ചിലി,
അർജന്റീന, അതുപോലെ തന്നെ വെനിസ്വേല. അതെ, ഈ രാജ്യങ്ങൾ ഭാവിയിൽ ബ്രഹ്മോസ് സ്വന്തമാക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും ഇന്ത്യയുടെ കയറ്റുമതി വലിയ രീതിയിൽ തന്നെ, അതായത് പ്രതിരോധ കയറ്റുമതി വലിയ രീതിയിൽ തന്നെ വളരുമെന്നതിൽ സംശയമേ ഇല്ല. പ്രതിരോധ വിശകലന വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇത്ര വേഗതയിൽ കയറ്റുമതി നടന്നാൽ 2030 $5 ബില്യൺ വരുമാനം ബ്രഹ്മോസ് വഴി, അതായത് ബ്രഹ്മോസ് വഴി മാത്രം നമ്മുടെ രാജ്യത്തിന് നേടാനാകുമെന്നതാണ്.